പി ശശി എത്തിയതോടെ തലവര മാറി അജിത് കുമാർ പോലീസിലെ സൂപ്പർ DGP എന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. DGPയേക്കാൾ അധികാരമുള്ള സൂപ്പർ DGPയാണ് MR അജിത് കുമാർ പോലീസിൽ അറിയപ്പെടുന്നതെന്നും പി ശശി വഴി മുഖ്യമന്ത്രിയിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം ഉപയോഗിച്ച് അജിത് കുമാർ പലതവണ ആരോപണങ്ങളെല്ലാം മറികടന്നുവെന്നുമാണ് പുതിയ ചർച്ചകൾ. ഇത്തവണ കള്ളക്കടത്ത് മുതൽ മാഫിയ ബന്ധം വരെ ആരോപിക്കുന്നതോടെ അജിത് കുമാർ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതിക്കൂട്ടിലാവുകയാണെന്നും പ്രമുഖ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തൃശൂരിനപ്പുറം തലസ്ഥാനത്തേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാറെന്നും പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയതോടെ അജിത് കുമാറിന്റെ തലവര മാറിയെന്നും ആദ്യം വിജിലൻസ് തലപ്പത്ത് അവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാനായി സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിന്റെ സഹായി ശരത്തിനെ അനധികൃത കസ്റ്റഡിയിലെടുത്ത് നാണം കെട്ടതോടെ കസേര തെറിച്ചുവെന്നും പിന്നീട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ തിരിച്ചെത്തിയെന്നും ഉള്ള ചർച്ചകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും പിന്നീട് അജിത് കുമാർ ADGP പദവിയിൽ തിരിച്ചെത്തിയതോടെ പി ശശിയും അജിത് കുമാറും എന്ന അധികാര കേന്ദ്രം രൂപം കൊണ്ടു. DGP കസേരയിലിരുന്ന അനിൽകാന്തിനെയും ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും നോക്കുകുത്തിയാക്കി സർക്കുലറുകളും ഉത്തരവുകളും ഇറക്കിയെന്നും ജില്ലകളിൽ സ്വന്തമായി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, ഓഫീസിൽ സഹായിക്കാൻ IPS ഓഫീസർ, വയനാട് ദുരന്ത രക്ഷാപ്രവർത്തനം സ്വയം ഏറ്റെടുക്കൽ, ഇങ്ങനെ DGPയെ മറികടന്ന് അജിത് കുമാർ ചെയ്തത് ഒട്ടേറെ കാര്യങ്ങളെന്നുള്ള വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയെ സജീവമായിട്ടുണ്ട്. നവകേരള യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചതോടെ മുഖ്യമന്ത്രിയുടെയും ഗുഡ് ബുക്കിൽ. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയ്ക്ക് മുൻപ് DGPയോട് പറയാതെ സിംഗപ്പൂരിൽ പറന്നിറങ്ങി. ഈ സ്വാധീനം ഉപയോഗിച്ച് എതിർത്തവരെ നേരിട്ടു. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് വിവരങ്ങൾ ചോർത്തിയെന്ന പേരിൽ P വിജയന്റെ സസ്പെൻഷൻ ഒരു ഉദാഹരണം. CPM നിർദ്ദേശിച്ചിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുന്നതിനിടയിലാണ് സമീപകാല ചരിത്രത്തിൽ ഒരു പോലീസുകാരനും കേൾക്കാത്ത മാഫിയ ബന്ധവും കള്ളക്കടത്തും കൊലപാതകവും വരെ ആരോപണങ്ങൾ കേൾക്കുന്നത്. ഇനിയും മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പോലീസിൽ നിന്ന് തന്നെ ഉയരുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അതേസമയം അൻവറിന്റെ ആരോപണത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിമാരുടെയും MLA-മാരുടെയും ഫോണുകൾ വരെ ചോർത്തുന്നു. ADGPയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് സ്വർണ്ണക്കടത്ത് കച്ചവടം നടത്തുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും ദാവൂദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിന്റെ റോൾ മോഡൽ എന്ന് സംശയിക്കുന്നതായും അൻവർ ആരോപിച്ചിരുന്നു. ഏതായാലും അൻവറിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി ചിരി മാത്രമാണ്. DGPയുടെ റിപ്പോർട്ട് തേടി എത്രനാൾ ഇങ്ങനെ ചിരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിഞ്ഞു മാറാനാകുമെന്നാണ് പുതിയ ചോദ്യങ്ങൾ. DGPക്ക് മേലെ അജിത് കുമാർ, പോലീസിലും പ്രതിഷേധം, സർക്കാർ അജിത് കുമാറിനൊപ്പം എന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശ്വസ്തനായി ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ MR അജിത് കുമാർ വന്നപ്പോൾ മുതൽ പോലീസിൽ ചേരിതിരിവ് വ്യക്തമായിരുന്നു. തന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങിയതോടെ അജിത് കുമാറിനെതിരെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് തന്നെ നടപടി തുടങ്ങിയിരുന്നു. പക്ഷെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അജിത് കുമാർ വേണമെന്ന് വന്നതോടെ DGPയുടെ ശ്രമങ്ങൾ കാര്യമായി ഫലം കണ്ടില്ല. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് മറ്റ് ഓഫീസർമാരെ വിട്ട DGPയുടെ നടപടി തിരുത്തി മുഖ്യമന്ത്രി അവിടേക്ക് അജിത് കുമാറിനെ നിയോഗിച്ചു. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് PS ശരത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും വൈകാതെ തിരിച്ചെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയിലേക്കാണ്. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട രഹസ്യം ചോർന്നുവെന്ന പേരിൽ IG P വിജയനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ അജിത് കുമാറിന്റെ റിപ്പോർട്ടായിരുന്നു. ഇതിൽ പോലീസിനുള്ളിൽ പ്രതിഷേധം ഉയർന്നിട്ടും അജിത് കുമാറിനൊപ്പമാണ് സർക്കാർ നിന്നത്. ഇതിനിടെ അജിത് കുമാറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇന്റലിജൻസ് നോഡൽ ഓഫീസർമാരെ നിയമിച്ചതും വിവാദമായി. ADGPക്കെതിരെ ഉയർന്ന ആരോപണത്തിന് സർക്കാരാണ് മറുപടി പറയേണ്ടത്. DGPക്ക് പോലും മറുപടി നൽകാനാകില്ലെന്നതാണ് വ്യവസ്ഥ. സമാനമായ ആരോപണം ആരുന്നയിച്ചാലും അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുകയാണ് വേണ്ടതെന്ന നിയമവശം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എന്താകും ക്ലൈമാക്സ്? പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ CPMന് നടപടിയെടുക്കാനുമാവില്ല. കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്കോ പോകാനുള്ള കളമൊരുക്കലാണ് PV അൻവർ നടത്തുന്നതെന്ന അഭ്യൂഹമുണ്ടെങ്കിലും അദ്ദേഹവുമായി അടുപ്പമുള്ളവർ ഇത് നിഷേധിക്കുന്നു. പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഇനിയും പരിഗണന ലഭിച്ചില്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുമെന്നും സൂചനയുണ്ട്. രക്തസാക്ഷി പരിവേഷത്തോടെ ബന്ധം അവസാനിപ്പിക്കാനുള്ള കരുതലും അൻവർ കാട്ടുന്നുണ്ട്. സാധാരണ പ്രവർത്തകർക്ക് പോലീസിനെ കുറിച്ചുള്ള പരാതികളാണ് താൻ തുറന്നു പറയുന്നതെന്ന വാദം അതിന്റെ ഭാഗമാണ്. പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ CPMന് സംഘടനാ നടപടി എടുക്കാനാവില്ല. എങ്കിലും ജില്ലയിൽ നിന്ന് CPM സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് തേടിയതായി സൂചനയുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അൻവർ അന്നത്തെ കളക്ടർ ജാഫർ മാലിക്കുമായി ഇടഞ്ഞിരുന്നു. വൈകാതെ കളക്ടർ മാറ്റി. ഈ പരിഗണന ഇപ്പോഴില്ലെന്ന തോന്നലാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കുറഞ്ഞതും ചൊടിപ്പിച്ചു.
ഓൺലൈൻ മാധ്യമ ഉടമയ്ക്കെതിരെ നടത്തിയ നീക്കത്തിൽ പാർട്ടിയിൽ നിന്നും പിന്തുണ ലഭിച്ചില്ലെന്ന നീരസം അൻവറിന് നേരത്തെയുണ്ട്. ഓൺലൈൻ മാധ്യമ ഉടമയ്ക്ക് വേണ്ടി പോലീസിലെ ചിലർ ഇടപെടുന്നതായി ശശിയെ നേരിട്ടറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. മലപ്പുറം SP എസ് ശശിധരനെ മാറ്റണമെന്ന ആവശ്യവും നടന്നില്ല. ഏതായാലും നിലയ്ക്കാത്ത ആരോപണങ്ങളിലും സംഘടനയിലും വെല്ലുവിളികളിലും നട്ടം തിരിഞ്ഞ സർക്കാരും CPM-ഉം. PV അൻവറിന്റെ ആരോപണങ്ങൾ, EP ജയരാജന് മേൽ ആരോപിക്കപ്പെട്ട BJP ബന്ധം, PK ശശിക്കെതിരായ അച്ചടക്ക നടപടി, സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളിൽ പാർട്ടി MLA അടക്കമുള്ളവർക്കെതിരായ കേസ് തുടങ്ങിയവ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് CPM-ന് തള്ളിവിട്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെക്കാൾ പാർട്ടിക്കകത്തെ സംഭവ വികാസങ്ങളാണ് CPM-ന് തലവേദന. BJP ബന്ധത്തിന്റെ പേരിൽ EP ജയരാജനെ LDF കൺവീനർ പദവിയിൽ നിന്നും പുറത്താക്കിയതിന്റെ അലയൊലികൾ അടങ്ങും മുൻപാണ് അൻവറിന്റെ രംഗപ്രവേശം. മുഖ്യമന്ത്രിക്കെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും സ്വന്തം പക്ഷത്തുള്ളയാൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെ നേരിടുക CPM-ന് എളുപ്പമല്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടരന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിൽ നിന്നും കരകയറാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി വലിയൊരു വിഭാഗത്തിനും ബോധ്യമായിട്ടില്ല. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ജയരാജനെ നീക്കിയെങ്കിലും BJP-യുമായി CPM-ന് രഹസ്യബന്ധമുണ്ടെന്ന ആക്ഷേപം സംസ്ഥാന രാഷ്ട്രീയത്തിലും സജീവ ചർച്ചയായി കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകളെ CPM-ൽ നിന്ന് അകറ്റാൻ കെൽപ്പുള്ള ഈ ആക്ഷേപത്തെ എങ്ങനെ നേരിടുമെന്നാലോചിച്ച് തല പുകയ്ക്കുകയാണ് പാർട്ടി നേതൃത്വം. മന്ത്രിമാരുടെ ഫോണുകൾ പോലീസ് ചോർത്തുന്നുവെന്ന PV അൻവറിന്റെ ആരോപണത്തിനും മുന്നണിക്കുള്ളിൽ CPM-ന് മറുപടി നൽകേണ്ടി വരും.